ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ ഒരു 5 ലക്ഷം എക്സ് ഷോറൂം പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു വാഹനത്തിനോട് കടപിടിക്കാൻ പറ്റിയൊരു വാഹനം ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ടഫ് അർബൻ കോമ്പാക്റ്റ് SUV എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇഗ്നിസ്, ഇതിൻ്റെ എക്സ് ഷോറൂം വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് കേവലം 5,85,000 രൂപ എക്സ് ഷോറൂം പ്രൈസിൽ 4 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനോട് കൂടി വരുന്ന ഇത്രത്തോളം പെർഫോമൻസും മൈലേജും അതുപോലെ തന്നെ ബിൽറ്റ് ക്വാളിറ്റിയും പിന്നെ ജനങ്ങളുടെ വിശ്വാസ്യതയും കീപ്പ് ചെയ്ത ഒരു കോമ്പാക്റ്റ് അർബൻ SUV ഇന്ത്യൻ മാർക്കറ്റിൽ ഏതൊരു സാധാരണക്കാരനും ബഡ്ജറ്റ് ലെവലിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടിലും ഇന്ന് ഇഗ്നിസിനോട് കടപിടിക്കാൻ പറ്റിയ മറ്റൊരു പുതിയ വാഹനം ഷോറൂമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതെ ഗൈസ്, ഇന്ന് ഇഗ്നിസിൻ്റെ കംപ്ലീറ്റ് ആൻഡ് ഡീറ്റെയിൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുറകിൽ കാണുന്ന 2 വാഹനങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അഖില, ഇത് ഏതായിരുന്നു? ഇത് നമ്മുടെ ബേസ് മോഡലാണ്, സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആൽഫ എന്ന് പറഞ്ഞ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇഗ്നിസ് എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ബേസ് മോഡലിന് വരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം തീർച്ചയായിട്ടും ഒരു 930 റേഞ്ച് വരും. ടോപ്പ് എൻഡ് സമയത്ത് ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7,04,000 രൂപയ്ക്ക് ബേസ് മോഡൽ അതിപ്പോ ഓഫർ കഴിച്ച 6 വരെ പ്രൈസ്. 6 വരെ നമുക്ക് റേഞ്ച്. അപ്പൊ ഏകദേശം ഒരു 3.5 ലക്ഷത്തിന്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ വാഹനം എടുക്കാൻ പോകുന്നവർ ഇതെന്താണ് ഇതിന്റെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരാഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അഖിലിനോട് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചറിയാം എന്തെല്ലാം മാറ്റങ്ങളാണ്. കൂടുതലായിട്ടും ഇഗ്നിസ് നോക്കുന്നവർ എന്തുകൊണ്ടാണ് ഇഗ്നിസ് ചൂസ് ചെയ്യുന്നത്? കോമ്പാക്ട് SUV ആണ്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ട്രാഫിക്കും സിറ്റി ട്രാഫിക്കും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആലോചിച്ച് തന്നെ അറിയാം. ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ അല്ലെങ്കിൽ ടൈറ്റ് സിറ്റി ട്രാഫിക്കിൽ നമുക്ക് ഇത്രയും ഒരു കുഞ്ഞു വണ്ടി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മാനുവർ ചെയ്തിട്ട് നമുക്ക് ഏത് റോട്ട് ഈസി ആയിട്ട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വെഹിക്കിൾ കൊണ്ടുള്ള ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞിട്ട്. ഒരു കുഞ്ഞൊരു ഫാമിലി കാർ, ഒരു അർബൻ ഡിസൈനുമാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇഗ്നിസിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഒരു 2020 ശേഷമൊക്കെയാണ് ഇഗ്നിസ് ഈ ഒരു മാർക്കറ്റിൽ ആളുകൾ ഇത്രത്തോളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരു സെയിൽ നോക്കുകയാണെങ്കിൽ ഒരു 2022 ശേഷമൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ കൂടുകയാണ് ഇപ്പൊ ഇഗ്നിസിന്റെ. എന്താണ് ഇപ്പോൾ ആളുകൾ ഈ ഇഗ്നിസ് ഏറ്റെടുക്കാൻ കാരണം? ഇതിന് മുന്നേ ഇതിന്റെ സെയിൽ വളരെയധികം താന്നടക്കുന്നിടത്തുണ്ട്. ഇപ്പൊ ആളുകൾ ഈ ഒരു വാഹനം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത്? ഒന്ന്, ഈ വണ്ടിയുടെ ഒരു പവർഫുൾ എഞ്ചിനാണ്. K12 നല്ലൊരു VVT ഡ്യുവൽ VVT എഞ്ചിനാണ്. ബെറ്റർ മൈലേജും നമുക്ക് ഏകദേശം എത്രയാണ് നമ്മളൊരു നോർമൽ യൂസ് നമ്മൾ സിറ്റി റൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 20-22 റേഞ്ചിൽ നമുക്ക് മൈലേജ് നമുക്ക്. ഇതിൽ വേറെ ഹൈലൈറ്റ് ഉണ്ട്, അതായത് അഖില് പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടി ഇഗ്നിസ് കൂടിയാണ്. ആ ഒരു വാഹനം അഖിലിന്റെ വാഹനം. അതുകൊണ്ട് തന്നെ നമുക്ക് അഖിലിനോട് കൂടുതൽ ഒരു കസ്റ്റമർ എന്നുള്ള ലെവലിലും ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചറിയാം, കാരണം എക്സ്പീരിയൻസും. അപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസിൽ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ? കാരണം എനിക്ക് നമ്മുടെ ഈ ഏരിയയിലുള്ള സിറ്റി ട്രാഫിക് ഇപ്പൊ ആഷിക്കിന് അറിയാലോ, നിലമ്പൂർ ഏരിയയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡെയിലി ട്രാഫിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രാഫിക്കിൽ എനിക്ക് ഒരു 20 അല്ലെങ്കിൽ 21.5 റേഞ്ചിൽ മൈലേജ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു സിറ്റിയിൽ ഒരു 90-20 റേഞ്ചിൽ മൈലേജ് ഷുവർ കൺഫേം ആയിട്ടില്ല. ഒരു 1200 cc നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു പെട്രോൾ എഞ്ചിനിൽ നല്ലൊരു മൈലേജ് ആണ്. പിന്നെ നമുക്ക് സിറ്റി ഡ്രൈവിനും കംഫർട്ടാണ്. നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ശരിക്കും ബേസ് മോഡൽ പറയുമ്പോൾ ഇപ്പൊ ഓൺ റോഡ് 6.5 ലക്ഷം ആ റേഞ്ച് ഒക്കെ വിത്തൗട്ട് വാറന്റിയൊക്കെയാണ് നമുക്ക് ആ പ്രൈസിൽ ഇറക്കാം. അപ്പോൾ ഒരു ബേസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഫുൾ ഓപ്ഷനും ശരിക്കും എന്താണ് ഈ ഒരു ബേസ് എടുത്താൽ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജും നിങ്ങളൊരു കാഴ്ചപ്പാട്? ബേസ് എടുത്താൽ എന്താന്ന് വെച്ചാൽ ഒന്നും കൂടെ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഒന്നും കൂടെ കൺട്രോൾഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ബേസ് ആണ് എന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അഡീഷണൽ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ പഴയ പോലെ ബാഡ്ജിയും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമുക്ക് ഏതെടുത്താലും ഓപ്ഷൻ അറിയാൻ പറ്റില്ല. അപ്പോൾ ബാക്കി നമുക്ക് അലോയ് വീൽ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് അലോയ് വീൽസ് നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ ഷോറൂമിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഔട്ട്സൈഡ് വേണമെങ്കിൽ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് അത് വേണമെങ്കിൽ നോക്കാം. ശരിക്കും ഇപ്പൊ ഈ ഇതിന്റെ ഇടയിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്, അതാണ് കൺഫ്യൂഷൻ. ഡെൽറ്റ സീറ്റ എന്നാ ഇതിൽ അഖിലിനോട് ഇപ്പൊ ഞാൻ ചോദിക്കണേ പേഴ്സണലി ഏതായിരിക്കും അഖിൽ എനിക്കൊരു സജസ്റ്റ് ചെയ്യാം? ഇപ്പൊ ഈ ഒരു 4 ഞാനിപ്പോ ഒരു ആവറേജ് ബേസ് മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലിപ്പോ നമുക്ക് അവൈലബിൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇതിലില്ലാത്തത്? എന്താന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, നമുക്ക് ബേസ് മോഡൽ ഇതില് നമുക്ക് നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ശരിക്കും നമുക്ക് ബേസിൽ ഇപ്പൊ പവർ സ്റ്റിയറിംഗ് AC മാത്രമല്ലേ വരുന്നത്? അല്ല,
എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇതെല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിക് ഫീച്ചർ ആണ്. ഇപ്പോൾ പിന്നെ പവർ വിൻഡോ വരുന്നുണ്ടോ? പവർ വിൻഡോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോയും വരുന്നുണ്ട്. ബാക്ക് ഡോർ മാനുവൽ ആണ്, 2 ഡോർ പവർ വിൻഡോ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു കുറവായിട്ട് ഇതിൽ എടുത്ത് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങൾ, അതാണ് കുറവായിട്ടൊന്ന് പറയാനുള്ളത് മെയിൻ ആയിട്ട്. അത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 20,000 റേഞ്ച് നമ്മൾ അഫോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അടക്കം നമുക്ക് ചെയ്യാവുന്നതാണ്. കീലെസ് എൻട്രി, സെൻട്രൽ ലോക്ക്, അതൊക്കെ നമുക്ക് ബേസിൽ വരുന്നുണ്ട്. ബേസിൽ നമുക്ക് അവൈലബിൾ അല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷന് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഡെൽറ്റ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽ, സ്പോയിലർ, അതുപോലെ തന്നെ ഈ റൂഫ് റെയിൽ ഡെൽറ്റ ഓപ്ഷനിലാണ് വരുന്നുണ്ട്. സ്പോയിലറും വരുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോയും വരുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒന്നോ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഡെൽറ്റ ഓപ്ഷൻ എടുക്കണ ബെറ്റർ ആയിരിക്കും. ബെറ്റർ ഓപ്ഷനാണ്. കാരണം അതിൽ തന്നെ നമുക്ക് സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, റൂഫ് റെയിൽ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്, വീൽ കപ്പും വരുന്നുണ്ട്. ഏകദേശം ഡെൽറ്റ ആകുമ്പോൾ എത്രയാണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്? അപ്പോൾ ഇതിന്റെ ഡെൽറ്റ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ ഏകദേശം എത്രയാണ് വരുന്നത്? ഡെൽറ്റ ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 7,72 വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത്. ആഫ്റ്റർ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് 7,20 റേഞ്ചിൽ നമുക്ക് 7,20,000. അതായത് സിഗ്മ ഓപ്ഷൻ അപേക്ഷിച്ച് ഏകദേശം ഒരു 1,00,000 വരുന്നുണ്ടോ? 75,000 രൂപയുടെ ഡിഫറൻസ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത്രത്തോളം നമുക്ക് ലോഡഡ് ഫീച്ചേഴ്സും ലോഡഡ് ആവുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ വേരിയന്റും മാറി ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ. അപ്പോൾ നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഇതിന്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഇൻ കേസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഈ ലോണും ഫിനാൻസും ഇനീഷ്യൽ എമൗണ്ട് ഒക്കെ കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇപ്പോൾ ഇതിനനുസരിച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണമൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലും ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഏകദേശം ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റ് എത്ര സീറോയിലൊക്കെ അവൈലബിൾ ആണ്? അതായത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺ റോഡ് നമുക്ക് 90% വരെ നമുക്ക് ഇപ്പോൾ ലോൺ അവൈലബിൾ 90% ഫണ്ടിങ് ഉണ്ട്. ലോൺ അവൈലബിൾ ആണ്. സീറോ സ്കീം ഉണ്ടോ? സീറോ സ്കീം ഇപ്പോൾ നിലവിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില നമ്മുടെ പ്രൊഫൈല് എന്തായാലും ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ ഓൺ റോഡ് ഇറക്കല്ലേ നമുക്ക് ഫിനാൻസ്. അപ്പൊ ഒരു 30,000 രൂപ മുടക്കാനുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതിന്റെ സിഗ്മ ഓപ്ഷനൊക്കെ നമുക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ഇപ്പോൾ ഒരു 6 ലക്ഷം ഫിനാൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 5 ഇയറും ലോൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു EMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 13 റേഞ്ചിലാണ് നമുക്ക് ഒരു 60 അടവൊക്കെ വരുള്ളൂ അല്ലേ? അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ചും ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. തീർച്ചയായിട്ടും. ഇനി ഡെൽറ്റ ഓപ്ഷനും സീറ്റ ഓപ്ഷനും തേർഡ് ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 852 സീറ്റയിലേക്ക് വരുമ്പോൾ എന്താ സീറ്റയിലോട്ട് വരുന്നത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടെ അഡീഷണൽ വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നത് നമുക്ക് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്, റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ബാക്കിയുള്ള ശരിക്കും സീറ്റയിൽ ഇപ്പോൾ അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് ആൽഫയും വരുമ്പോൾ മാറ്റം ഫുൾ ഓപ്ഷൻ മെയിൻ മാറ്റങ്ങൾ വരുന്നത് DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ LED DRL വരുന്നുണ്ട്, റിയർ ക്യാം, ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, പ്രൊജക്ടർ LED ലാമ്പാണ് വരുന്നത്. പിന്നെ ക്യാമറ, ഇതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം അല്ലേ? പിന്നെ ഇതിന്റെ ഒരു ഇന്റീരിയറിലുള്ള ഒരു ഇതിന്റെ മാറ്റല്ലേ അത് ശരിക്കും ഫുൾ ഓപ്ഷനിൽ. പിന്നെ നമ്മുടെ ഓട്ടോ AC, ഈ ACയുടെ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മുടെ ഇതിൽ വരുന്നത് നമുക്ക് മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന AC ആണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ ഇതിന്റെ ഇന്റീരിയറിന്റെ, ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഫുൾ ഓപ്ഷനിലല്ലേ? ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ, ഫുൾ ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിൽ നമ്മൾ ആ കാണുന്ന ഒരു ഡിസൈൻ ഞാൻ ജസ്റ്റ് ഇന്റീരിയർ കാണിച്ചു തരാം. സെയിം ഇൻഫോടൈം സിസ്റ്റം അത് തന്നെയാണ്. അതിൽ റിയർ ക്യാമറ വരുന്നില്ല. ആ ACയുടെ ആ വെന്റ് അത് ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. മറ്റേ ബേസിന്റെ ഡിസൈനിങ് ഒക്കെ കാണുമ്പോൾ ആ ഒരു മാറ്റം മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഫുൾ ഓപ്ഷനും ഏകദേശം ബേസ് മോഡലും പിന്നെ ഡെൽറ്റയും സീറ്റയും തമ്മിലുള്ള കമ്പാരിസണും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ ഇതിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് നോർമലി ഒരു വെഹിക്കിളിന് 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ ഫ്രീ വാറന്റി ഉണ്ട്. അഡീഷണൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഒരു 3 വർഷത്തേക്ക് അല്ലെങ്കിൽ അഡീഷണൽ ഒരു 60,000 കിലോമീറ്റർ, അതായത് ടോട്ടൽ 1 ലക്ഷം അല്ലെങ്കിൽ ടോട്ടൽ 5 വർഷത്തോട്ട് നമുക്ക് ഇതിന് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? വീൽ സൈസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ബേസും ഫുൾ ഇല്ല, 15 ഇഞ്ച് ടയർ തന്നെയാണ് നമുക്ക്. നമുക്ക് ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അത്ര കാര്യങ്ങൾ വരുന്നത്. ബാക്കി സീറ്റിൽ റിയർ സീറ്റിൽ കാര്യങ്ങളൊന്നും മാറ്റം. റിയർ സീറ്റിൽ വരുന്നത് നമുക്ക് ബേസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യുന്നത് ബെഞ്ച് ടൈപ്പ് ആണ്. ഫോൾഡ് ഇതാവുന്ന സമയത്ത് 60/40 നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്ക് ലഗേജ് സ്പേസ്, ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച്. ബൂട്ട് സ്പേസ് ഇതിലൊന്നും മാറ്റമൊന്നുമില്ലല്ലോ? ബൂട്ട് സ്പേസ് സെയിം ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സീറ്റ് ഫോൾഡ് ചെയ്യുന്നതിൽ
നമുക്ക് ലഗേജ് സ്പേസ് കൂട്ടണമെങ്കിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഫുൾ ഈ ഓപ്ഷൻ സീറ്റ് അതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിലാണ് വരുന്നില്ല, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ടോപ്പ് എൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളുടെ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു കോമ്പാക്റ്റ് അർബൻ SUV ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം എന്ന രീതിയിൽ അല്ലേ, അതെ, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ 1.2 ലിറ്റർ 4 സിലിണ്ടറോട് കൂടി വരുന്നത്. കാരണം പല വാഹനം ഈ സെഗ്മെന്റിൽ ഉണ്ടെങ്കിലും 3 സിലിണ്ടർ. അതെ, ഇത് അതെ ഡുവൽ VVT. അതായത് ഡുവൽ VVT പറഞ്ഞാൽ സ്വിഫ്റ്റിലും ബലനോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സെയിം എഞ്ചിനാണ്. അപ്പോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. പിന്നെ റീസെയിലേക്ക് വരികയാണെങ്കിലും നമ്മൾ പിറ്റേത് കൊടുക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റീസെയിൽ കൂടി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു കോമ്പാക്റ്റ് SUV നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അഖിലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ ഏത് വാഹനങ്ങളും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രവാസികളോ ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ത്രൂ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓഫറും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്ക് അഡീഷണൽ സ്കീം, അതെ, അപ്പോൾ ആളുകൾക്കനുസരിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയൊരു വാഹന വിശേഷമായി കാണുന്നവരെ സ്മി ആഷിഖ് സൈനിങ് ഔട്ട്.